നമ്മൾ ഇന്നലെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് സാനിയുടെ. അതായത് വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗത്തിലൂടെ സിറിഞ്ച് വഴി ലഹരി കൈമാറ്റം ചെയ്ത 10 പേർക്ക് HIV ബാധയെന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയിലാണ് നമ്മൾ ഇന്നലെ പ്രഭാത വാർത്ത തുടങ്ങിയത് തന്നെ. ആ വാർത്ത ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമയും മറ്റെല്ലാ പത്രങ്ങളും ക്യാരി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മാതൃഭൂമിയിലും ആദ്യത്തെ പേജിലുണ്ട്. ഉണ്ടോ ആ വാർത്ത? മാതൃഭൂമിയിൽ ആദ്യത്തെ പേജിലില്ല. ഇല്ല, ആദ്യത്തെ പേജിലില്ല. പക്ഷേ അത് വേറെ ഗൗരവപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു. അതെ, മലയാള മനോരമ അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ലഹരി സിറിഞ്ച് 10 പേർക്ക് HIV മരണദൂതുമായി ലഹരി ഉപയോഗം എന്ന തലക്കെട്ടാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. 6 അതിഥി തൊഴിലാളികൾ, 4 മലയാളികൾ കണ്ടെത്തിയത് തവനൂർ ജയിലിലെ പരിശോധനയിലാണ് എന്നാണ് പത്രം പറയുന്നത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച സംഘത്തിലെ 10 യുവാക്കൾക്ക് HIV സ്ഥിരീകരിച്ചു. ഇതാണ് വാർത്ത. വളാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലാണ് എയ്ഡ്സ് പടർന്നത്. 6 പേർ അതിഥി തൊഴിലാളികളും 4 പേർ മലയാളികളുമാണ്. എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുമാണ്. അപ്പോൾ ഈ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ 2 മാസം കൊണ്ട് 10 പേരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും? അതാണ്, ഇവരിൽ പലർക്കും പങ്കാളികളുണ്ട്. സാനിയോ ഇന്നലെ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇനി വരുന്ന പരിശോധനകളിലൊക്കെ. മാത്രമല്ല ഇവർക്ക് ആ രീതിയിൽ അച്ചടക്കം ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല, ലഹരി ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ കുത്തിവയ്ക്കാനാണ് സംഘം പ്രധാനമായും സിറിഞ്ച് പങ്കിട്ടത് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്.